ഹായ് ഫ്രണ്ട്സ്, പല ആളുകളും ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന ഒരു സമയമാണ് 2025. പല ആളുകളുടെയും സംശയമാണ്, ഈ 2025 ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണോ അല്ലേ എന്നുള്ള വലിയൊരു കൺഫ്യൂഷനിലാണ് എല്ലാവരും. പക്ഷെ ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സമയമാണ്, ഏറ്റവും നല്ല സമയമാണ് 2025 എന്ന് പറഞ്ഞത്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അവൾ ബിസിനസ് തുടങ്ങേണ്ട സമയം. യഥാർത്ഥ കറക്റ്റ് ടൈം 2025 എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞ് ആരുടെയെങ്കിലും താല്പര്യപ്രകാരമാണ് ഒരാൾ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമാണ്. നേരെ മറിച്ച് ആ ആൾ തന്നെ സ്വയം തീരുമാനം എടുക്കുകയും അനുയോജ്യമായ ഒരു സമയം കണ്ടെത്തി അയാൾ ആ ബിസിനസ് തുടങ്ങണം എന്നുള്ള തീരുമാനത്തോടു കൂടി, ആ പാഷനോടുകൂടി, ആ താല്പര്യത്തോടു കൂടി അയാൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ വിജയത്തിന് കാരണമാവും. എന്നിരുന്നാലും ഒന്ന് രണ്ട് പോയിന്റ് പറയുന്നത് വെച്ചാൽ, ഒരാൾ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ എന്തിനാണ് ബിസിനസ് തുടങ്ങുന്നത്. സത്യത്തിൽ എനിക്കൊരു ജോലി ചെയ്താൽ മതിയല്ലോ, എവിടെയെങ്കിലും നല്ല സാലറി കിട്ടുന്ന ജോലി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പക്ഷെ ബിസിനസ് എന്തിനാ തുടങ്ങുന്നത്? ചിലപ്പോൾ ബിസിനസ് തുടങ്ങിയാൽ ഉള്ള പൈസ പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന ആളുകൾ ബിസിനസ്സുകാരാണ്. തീർച്ചയായിട്ടും ഒരാളും ജോലി കിട്ടി ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളും യഥാർത്ഥത്തിൽ വലിയ ലെവലിലേക്ക് എത്തുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. ബിസിനസ്സുകാരാണ് യഥാർത്ഥത്തിൽ ഉന്നത സ്ഥാനത്തെത്തുന്നത്. പക്ഷേ ആ ബിസിനസ്സിൽ വളരെയധികം റിസ്ക് കൂടുതലാണ്. ആ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണോ ഞാൻ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ബിസിനസ്സിൽ കുറച്ച് ലോസ് വരുമ്പോഴേക്ക് പേടിച്ചോടുന്നവൻ യഥാർത്ഥത്തിൽ ബിസിനസ്സുകാരനല്ല. ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ പ്രയാസങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായി ഒരു യുദ്ധക്കളത്തിലോട്ട് ഇറങ്ങുന്നത് പോലെ ആയിരിക്കണം അദ്ദേഹം പറയുന്നത്. എന്തിനാണ് ഞാൻ ബിസിനസ് തുടങ്ങുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഒന്ന് വിലയിരുത്തണം. നാം എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് ബിസിനസ് ചെയ്യേണ്ടതുള്ളത്. രണ്ടാമത്തെ കാര്യം, എന്താണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങിയിട്ട് നമ്മുടെ ആവറേജ് ചെലവുകൾ, നമ്മളെ കുട്ടികൾക്കുള്ള ചെലവുകൾ, നമ്മളെ ആവശ്യത്തിലുള്ള ചെലവ് കഴിഞ്ഞു കൂടാനാണോ ഒരാൾ ബിസിനസ് തുടങ്ങുന്നത് എങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഒരു ലക്ഷ്യബോധത്തോടു കൂടി, വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഒരാൾ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും. പിന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ആ ബിസിനസ് ചെയ്യേണ്ടത്. ഏത് ബിസിനസ് ആണെങ്കിലും അതിന് ഒരു റൂട്ടീൻ മാപ്പ് ഉണ്ടാവും. ആ രീതിയിലൂടെയാണോ ആ ബിസിനസ് ചെയ്യുന്നത്. ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും നല്ല ഒരു മനസ്സും വിശാല മനസ്സും ജോലിക്കാരോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറുകയും അവരോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനോഭാവമുള്ള ആൾക്കാണ് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പിന്നെ ചിന്തിക്കേണ്ടത്, എവിടെയാണ് ആ ബിസിനസ് തുടങ്ങേണ്ടത്, എവിടെയാണ്, അതായത് ആ തുടങ്ങാനിരിക്കുന്ന ബിസിനസ്സിന് ഏത് സ്ഥലമാണ് യോജിക്കുന്നത്. ഒരു ബിസിനസ്സിന് അനുയോജ്യമായ സ്റ്റാഫുകളൊക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനുള്ള ഒരു നോളജ് നമുക്ക് വേണം. എല്ലാ പാട്ടും നമ്മൾ തന്നെ സ്വയം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടുണ്ണി സർക്കസ് പോലെയാവും. എല്ലാം സർക്കസിന് ടിക്കറ്റ് കൊടുക്കുന്നതും അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ അഭ്യാസം കാണിക്കുന്നതും ഒക്കെ ഒരാളെ ചെയ്യുന്നത് പോലെ. ഇപ്പോൾ ഈ കൂടുതൽ ബിസിനസ് നമ്മൾ കാണുന്നത് അവരെന്നെ, അതിൻ്റെ ഓണർ തന്നെ ആയിരിക്കും എല്ലാ പാട്ടിലും. കട തുറക്കാനും കട പൂട്ടാനും കട ക്ലീൻ ചെയ്യാനും കടയിലുള്ള എല്ലാ കൈകാര്യങ്ങളും ചെയ്യാനും ഒരാളാവും. അങ്ങനെ ഒരു ബിസിനസ് ഒരിക്കലും മുന്നോട്ട് പോകില്ല. നേരെ മറിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റാക്കി തിരിച്ച് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ ഏറ്റവും ടാലൻ്റ് ആയിട്ടുള്ള, അതിന് സൂറ്റബിൾ ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള ആളായിരിക്കണം ഒരു ആൻട്രപ്രണർ എന്ന് പറയുന്നത്. എന്നാലേ ആ സ്ഥാപനം വിജയിച്ചു പോകുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ വിഷൻ മീറ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഗോൾ സെറ്റിങ്ങും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നിലയിലേക്ക് ബിസിനസ് ചെയ്താൽ ഒരു ബിസിനസ് ഗ്രോത്തായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.